ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപയറും ഓട്സും ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല എളുപ്പത്തിലുണ്ടാക്കാം. ഇത് അരച്ചെടുത്തുടനെ തന്നെ നമുക്കുണ്ടാക്കാം. പുളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഗ്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് കണക്കാക്കി എടുക്കാം. എന്നിട്ടിത് കുതിർക്കാൻ വേണ്ടി ഇതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഓട്സിൻ്റെ മുകളിൽ നിൽക്കുന്ന കണക്കിന് വെള്ളം ഒഴിക്കാം. ഇത്രയും വെള്ളം ഒഴിക്കാം. ഇത് കുതിർന്ന് വരുമ്പോൾ വെള്ളം കുറയും. അരയ്ക്കുമ്പോൾ ഇതിലുള്ള ബാക്കി വെള്ളവും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഓട്സ് എടുത്ത ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചെറുപയറാണ് ഞാൻ എടുത്തത്. 1/2 ഗ്ലാസ് ചെറുപയറാണ് എടുക്കുന്നതെങ്കിൽ 3/4 ഗ്ലാസ് ഓട്സ് എടുത്താൽ മതി. ഇനി ഇതിനെ 7-8 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. കുതിർന്നതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ വച്ചിട്ട് 8 മണിക്കൂറായി. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഓട്സ് 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുതിർന്നു വരും. എന്നാലും കൂടുതൽ സമയം കുതിർക്കുന്നതാണ് നല്ലത്. ഇനി 1 പീസ് ഇഞ്ചി വേണം, 1 പച്ചമുളക് വേണം, 2 തണ്ട് കറിവേപ്പില, 3 തണ്ട് എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരയ്ക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് അരച്ചാൽ മതി. ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓട്സ് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്, വെള്ളവും കുറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം കളയാതെ ഈ വെള്ളം കൂടി ഒഴിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇതേപോലെ ചെറുപയറും ഓട്സും എല്ലാം കൂടി ചേർത്ത് കഴിച്ചാൽ വെയിറ്റ് ലോസിന് നല്ലതാണ്. വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം. ഇത് കഴിച്ചാൽ നമുക്ക് എളുപ്പം വിശപ്പ് വരില്ല. 11 മണിയാകുമ്പോൾ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് കഴിക്കുമ്പോഴാണ് വെയിറ്റ് കൂടുന്നത്. ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ആദ്യം ഓട്സ് അരയ്ക്കാം. ഓട്സ് അരച്ചെടുത്തതിന് ശേഷം ചെറുപയർ അരയ്ക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാം. വെള്ളം കൂടിപ്പോയാൽ ഇളകി വരാൻ പാടായിരിക്കും. ഇനി ഇതിനെ നല്ലതുപോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി പയറും കൂടി അരച്ച് ഒഴിച്ചതിന് ശേഷം കറക്റ്റിന് വെള്ളം ഒഴിക്കാം. പയറിപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. വെള്ളവും അതിൽ കുറച്ചേ ഉള്ളൂ. ബാക്കി വെള്ളമെല്ലാം കുതിർന്നപ്പോൾ കുറഞ്ഞു. ഇനി ഇതിലുള്ള വെള്ളവും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിലുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് അരയ്ക്കാം. കറിവേപ്പില അരിഞ്ഞത് മാവിലിട്ട് കലക്കിയാൽ മതി. ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓട്സ് അരച്ച് വെച്ചിരുന്നതിൽ കൂടിയാണ് ഞാൻ ചെറുപയറും അരച്ചൊഴിച്ചത്. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. വെള്ളം കൂടിപ്പോയാൽ പാനിൽ നിന്നും ഇളകി വരാൻ പാടായിരിക്കും. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ചുട്ടെടുക്കാം. ഇനി ഇതേപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് മാവ് ഒഴിച്ച് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് ഒഴിച്ച് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഞാൻ 1.5 തവി മാവാണ് ഒഴിച്ചത്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ പരത്തണം. ഇനി ഒരു സൈഡ് നല്ലതുപോലെ വെന്തതിന് ശേഷം മറിച്ചിടാം. ഞാൻ രാവിലെ അരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കുന്നില്ല. ഓട്സ് കൊണ്ടുള്ള സ്മൂത്തി കഴിക്കാം. ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന സ്മൂത്തിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണണം. മുട്ടയും പൊട്ടറ്റോയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. എന്നിട്ട് അതേപോലെ ഉണ്ടാക്കി കഴിക്കണം. ഇനി ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കണ്ട. ഞാൻ ഇതേപോലെ കഴിച്ചപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്കും രാത്രിയും മാത്രമേ അരി കൊണ്ടുള്ള ആഹാരം കഴിക്കൂ. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്.
ഇനി ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ചൂട് കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ച് പരത്തണം. ചൂട് കൂടിപ്പോയാൽ പരത്താൻ പാടായിരിക്കും. ഇതിലും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതും രണ്ട് സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയറും ഓട്സും കൊണ്ടുള്ള ദോശ റെഡിയായി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്ത് പോകുന്നതിന് മുമ്പ് ചൂടോടെ തന്നെ കഴിക്കണം. ഇതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ ചേർത്ത് കഴിക്കാം. അരിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാളും എല്ലാ ആരോഗ്യ ഗുണങ്ങളും നമുക്കിതിൽ നിന്നും ലഭിക്കും. നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.